കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥിതിയെ ഞെട്ടിച്ചുകൊണ്ട് കൂട്ടബലാത്സംഗ കേസിൽ സീനിയർ അഭിഭാഷകരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. തലശ്ശേരിയിലെ സീനിയർ അഭിഭാഷകരും മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും ഉടൻ അറസ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കേരള സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജസ്റ്റിസ് ഹൃഷികേശ് റോയ്, ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കേസിലെ പ്രതികൾ തലശ്ശേരി ബാറിലെ സീനിയർ അഭിഭാഷകനും UDF മന്ത്രിസഭാ കാലത്തെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ആയ അഡ്വക്കേറ്റ് MJ ജോൺസൺ, സീനിയർ അഭിഭാഷകൻ KK ഫിലിപ്പുമാണ്. 2023 ഓഫീസിൽ കേസുമായി വന്ന സ്വന്തം കക്ഷിയായ യുവതിയെ ഈ രണ്ട് സീനിയർ അഭിഭാഷകരും ചേർന്ന് ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു എന്ന കേസ്. ആദ്യം സ്വന്തം കക്ഷിയായ യുവതിയെ ഓഫീസിൽ വച്ച് പീഡിപ്പിച്ചു. തുടർന്ന് വിഷയം പരിഹരിക്കാമെന്നും ഒപ്പിടാൻ വരണം എന്നും പറഞ്ഞ് യുവതിയെ അഡ്വക്കേറ്റ് KK ഫിലിപ്പിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. KK ഫിലിപ്പിന്റെ വീട്ടിൽ ഭാര്യയില്ലാത്ത സമയം നോക്കി യുവതിയെ വിളിച്ചു വരുത്തി പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കുകയായിരുന്നു. തുടർന്ന് അഭിഭാഷകരായ MJ ജോൺസണും KK ഫിലിപ്പും യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. പരാതി വന്ന കേസായപ്പോൾ അഭിഭാഷകരായ MJ ജോൺസണും KK ഫിലിപ്പും ഒളിവിൽ പോയി. തുടർന്ന് ഇവർ രണ്ടുപേരും കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ഹർജി നൽകി. കേസിൽ 3 മാസത്തോളം നീണ്ട വാദം ഹൈക്കോടതി കേട്ടു. ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും അതിശക്തമായ എതിർപ്പ് പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെതിരെ ഉണ്ടായില്ല. എന്നാൽ ബലാത്സംഗത്തിന് ഇരയായ യുവതിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായി ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന് വാദിച്ചു. സ്വന്തം ഓഫീസിൽ നീതി തേടി വന്ന യുവതിയെയാണ് ഇരുവരും പിച്ചി ചീന്തിയത് എന്നും കൂട്ടബലാത്സംഗമാണ് നടന്നത് എന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ വാദിച്ചു. മാത്രമല്ല, അഭിഭാഷക ജോലിയുടെ എത്തിക്സ് പ്രതികൾ നശിപ്പിച്ചുവെന്നും മുഴുവൻ അഭിഭാഷക സമൂഹത്തിനും മാതൃകയായി എന്ന വണ്ണം പ്രതികളുടെ ജാമ്യം തള്ളി നല്ല സന്ദേശം നൽകണമെന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ വാദിച്ചു. ഒരു വക്കീലിന്റെ ഓഫീസിൽ നീതി തേടി ചെല്ലുന്നവർക്ക് ഇനി ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാനും പ്രതികൾക്ക് ജാമ്യം നൽകി മെസ്സേജ് നൽകണമെന്നും ഹൈക്കോടതിയിൽ പരാതിക്കാരുടെ അഭിഭാഷകൻ ശക്തമായി വാദിച്ചു. എന്നാൽ മുൻകൂർ ജാമ്യത്തിൽ വിധി വന്നപ്പോൾ അത് പരാതിക്കാരിക്ക് എതിരാവുകയും കൂട്ടബലാത്സംഗ കേസ് പ്രതികളായ 2 അഭിഭാഷകർക്കും അനുകൂലമാവുകയുമായിരുന്നു. അങ്ങനെ കേരള ഹൈക്കോടതി തലശ്ശേരി ബാറിലെ 2 സീനിയർ അഭിഭാഷകർക്കും ജാമ്യം അനുവദിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് PV ഗോപിനാഥനാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയത്. എന്നാൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പരാതിക്കാരി ഒട്ടും വിട്ടുകൊടുത്തില്ല. അവരുടെ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് നീണ്ടു. പ്രശസ്തരായ 2 അഭിഭാഷകർക്കും കേരള ഹൈക്കോടതി നൽകിയ ജാമ്യം റദ്ദാക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ പ്രതികളായ വക്കീലുമാർ വീണ്ടും ഒളിവിൽ പോയി. സുപ്രീം കോടതി വിശദവാദം കേട്ട ശേഷം കേസ് അതീവ ഗൗരവമുള്ളതാണ് എന്നും ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതിയുടെ വിധി റദ്ദു ചെയ്തു. പ്രതികൾക്ക് നൽകിയ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി. ഇത് അഭിഭാഷകരായ MJ ജോൺസണും KK ഫിലിപ്പിനും തിരിച്ചടിയായി. പരാതിക്കാരിക്ക് നീതി കിട്ടി എന്ന് തോന്നിയാൽ വീണ്ടും തെറ്റി. ദില്ലിയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കേരള പോലീസ് തയ്യാറായില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികളെ വിളിക്കുകയോ മൊഴിയെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല. ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ വിധി നടപ്പാക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒഴിഞ്ഞുമാറി. നാളുകളായി സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യാൻ വിധി പറഞ്ഞ് പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നു. സുപ്രീം കോടതിയിൽ പോയിട്ട് ബലാത്സംഗത്തിന് ഇരയായ യുവതിക്ക് കിട്ടിയ നീതി കേരളത്തിലെത്തിയപ്പോൾ വെള്ളത്തിൽ വരച്ച ജലരേഖ പോലെയായി. നിയമത്തിനും കോടതിക്കും മുകളിൽ പോലീസിന്റെ അപ്രമാദിത്വവും സുപ്രീം കോടതിയേക്കാൾ വലിയ ആളുകളായി അന്വേഷണ ഉദ്യോഗസ്ഥർ മാറുകയും ചെയ്തപ്പോൾ അവസാന അത്താണിയായ സുപ്രീം കോടതിയെ പരാതിക്കാരി വീണ്ടും സമീപിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും കേസ് അന്വേഷണം നടക്കുന്നില്ലെന്നും യുവതി ചൂണ്ടിക്കാട്ടി. ഇക്കുറി സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിന്റെ വക്കീലിനോട് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും സുപ്രീം കോടതി ചോദിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നും ഇത്തിരി സമയം കൂടി തരണമെന്നും കേരള സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചു. ഇതോടെ 4 ആഴ്ചയ്ക്കുള്ളിൽ തലശ്ശേരി ബാറിലെ അഭിഭാഷകരായ MJ ജോൺസണും KK ഫിലിപ്പിനെയും അറസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ ജസ്റ്റിസ് ഹൃഷികേശ് റോയ്, ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര എന്നിവർ ഉത്തരവിടുകയായിരുന്നു. പരാതിക്കാരിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അഭിഭാഷകരുടെ ഒരു നിര തന്നെ ഹാജരായി എന്നതും ശ്രദ്ധേയം. V ചിദംബരേഷ്, സീനിയർ അഡ്വക്കേറ്റ് ജോഗീസ് കറിയാജ്, ശ്രീമതി ബീന വിക്ടർ, അഡ്വക്കേറ്റ് C ഗോവിന്ദ്, വേണുഗോപാൽ, അഡ്വക്കേറ്റ് ശ്രീ വിവേക് ഗുരുപ്രസാദ് ബല്ലേക്കരെ, അഡ്വക്കേറ്റ് M പ്രിയ, അഡ്വക്കേറ്റ് ശ്രീ അശ്വിനി കുമാർ സോണി എന്നിവർ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായി. കൂട്ടബലാത്സംഗ കേസിൽ 20 വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണ് പ്രതികൾക്കെതിരായ കേസ്. ഇത്രയും ഗൗരവമുള്ള കേസിൽ പ്രതികൾ നീതിപീഠവുമായി അടുത്ത ബന്ധമുള്ളവരും സ്വാധീനമുള്ളവരും ആയതിനാൽ അറസ്റ്റ് നടപടിയും കേസ് അന്വേഷണവും നീളുകയായിരുന്നു. കയ്യൂക്കുള്ളവർ കാര്യക്കാർ, അത് കൂട്ടബലാത്സംഗക്കാരായാലും കൊലപാതകികളായാലും കേസുമില്ല അറസ്റ്റുമില്ല എന്ന രീതിയാണിപ്പോൾ നാട്ടിൽ. ഇത്തരക്കാർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്യും. എന്നാൽ സാധാരണക്കാരെ കള്ളക്കേസിൽ പെടുത്തിയാലും മറ്റും നീതിയുടെ മൂർച്ചയേറിയ വാൾ അവരിലേക്ക് കുത്തിയിറക്കാൻ വ്യവസ്ഥിതിക്ക് ഒരു മടിയുമില്ല. മാത്രമല്ല, പെറ്റിക്കേസിൽ പോലും ആളുകളെ ഓടിച്ചിട്ട് പിടികൂടുന്ന കേരളത്തിലാണ് ഒരു കൂട്ടബലാത്സംഗ കേസിലെ സ്ത്രീക്ക് നീതി കിട്ടാൻ സുപ്രീം കോടതി പലതവണ ഇടപെടേണ്ടി വന്നത് എന്നും ഓർക്കണം. ക്രിമിനൽ നീതി നടപ്പാക്കുന്നത് സാധുജന
പൊതുജനങ്ങളുടെ മേൽ മാത്രം എന്ന തോന്നലുണ്ടാക്കാൻ ഏറെ ഉദാഹരണങ്ങളിൽ അവസാനത്തേത് ആവുകയാണ് തലശ്ശേരിയിലെ സീനിയർ അഭിഭാഷകരുടെ ഈ കേസിലെ അവസ്ഥയും സുപ്രീം കോടതി വിധിയും. ന്യൂസ് ഡെസ്ക് കർമാനോസ്.